ദൈവകൃപ എനിക്ക് തരണമെന്നുള്ള പ്രാർത്ഥനയോട് ദൈവവാദപ്പെടുത്തിരിക്കാം. നല്ല കണ്ണുകളും ഒരു നിമിഷം അടച്ച് എല്ലാ കരങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് പകുതി ഉയർത്തി. നമ്മുടെ കേരളത്തിൽ കാലവർഷത്തിൻ്റെ കെടുതിയാൽ ഭാരപ്പെടുന്ന നിരവധി ജീവിതങ്ങളുണ്ട്. നമ്മുടെ സഭയിലും പല പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് പകൽ ആരോഗ്യത്തോട് ബലത്തോട് സമാധാനത്തോട് സന്തോഷത്തോട് ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ കാലവർഷത്തിൻ്റെ കെടുതിയാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഭവനം നഷ്ടപ്പെട്ടവരുണ്ട്, പ്രാണൻ നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബങ്ങൾ തകർന്നു പോയവരുണ്ട്. ഇന്ന് പകൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാലവർഷം നമുക്ക് ആവശ്യമാണ്, മഴ ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മെ ദോഷം വരാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കേരളത്തെ കാത്ത് സൂക്ഷിക്കേണ്ടത് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ഒന്ന് ശബ്ദം ഉയർത്തിയാട്ട്. എല്ലാവരും അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. ഇന്നലത്തെ മഴയോർത്താൽ, ഇന്നലത്തെ മഴ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വരുവാനൊക്കെ അറിയത്തില്ലായിരുന്നു. ദൈവം കരുതിയ കരുതലിനായി സ്തോത്രം ചെയ്താട്ട്. കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, കഷ്ടം അനുഭവിക്കുന്ന, ഭാരപ്പെടുന്ന, ഭവനം നഷ്ടപ്പെട്ട, ഉറ്റവർ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. മഴയുടെ തീവ്രത കുറച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് പകൽ അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായമാണ്. അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. The scripture portion has been taken from the Epistle of Philippians chapter 1 verses from 27 to 30. പെട്ടെന്ന് വായിച്ചാട്ട്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളിൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പീൻ. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് ദൈവം തന്നെ വച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നിങ്ങളെങ്കിൽ ഈ അധ്യായത്തിൽ നിന്ന് 4 വസ്തുതകളാണ്, 4 ആത്മീയ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ 1:5. 2, സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിന് സ്ഥിരീകരണത്തുമായി 1:7. സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി 1:12. 1:27 സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി. ഒന്നുകൂടി പറയുന്നു, സുവിശേഷത്തിൻ്റെ കൂട്ടായ്മ. 2, സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണം. 3, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി. 4, സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിലുള്ള പോരാട്ടം. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിലെ 21 ലേഖനങ്ങളാണ്. 14 പൗലോസിൻ്റെ ലേഖനങ്ങൾ എന്ന് പറയും. അതിനുശേഷം 21 7 പൊതു ലേഖനങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങൾ 13+1. അതിനെ വിവിധ തരത്തിൽ തിരിച്ച് നമുക്ക് പഠിക്കാം. തൻ്റെ യാത്രയിൽ, മിഷനറി യാത്രയിൽ എഴുതിയ ലേഖനങ്ങളെ സഞ്ചാര ലേഖനങ്ങൾ എന്ന് പറയും. താൻ കാരാഗ്രഹത്തിൽ ഇരുന്ന് എഴുതിയ ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയും. അപ്പോൾ തൻ്റെ ചില ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളാണ്. ദൈവശാസ്ത്രപരമായി പൗലോസിൻ്റെ ലേഖനങ്ങളെ പഠിച്ചാൽ 1, രക്ഷാശാസ്ത്രമായി വേർതിരിച്ച് പഠിക്കാം. 2, ക്രിസ്തുശാസ്ത്രമായി വേർതിരിച്ച് പഠിക്കാം. 3, സഭാശാസ്ത്രമായി വേർതിരിച്ച് പഠിക്കാം. 4, ഭാവിശാസ്ത്രമായി വേർതിരിച്ച് പഠിക്കാം. ഒന്നുകൂടി പറയുന്നു, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, രക്ഷാശാസ്ത്രം, അതുപോലെ ഭാവിശാസ്ത്രം. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളിലെ 4 കാരാഗ്രഹ ലേഖനങ്ങളാണ്. പ്രിസൺ എപ്പിസ്റ്റൽസ്. 1 എഫെസ്യ ലേഖനം, 2 ഫിലിപ്പിയ ലേഖനം, 3 കൊലോസ്യ ലേഖനം, 4 ഫിലോമോന്റെ ലേഖനം. 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനമായി വേർതിരിച്ച് പഠിക്കാം. ഒന്നുകൂടി പറയുന്നു, എഫെസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം. ഈ 4 ലേഖനങ്ങളും താൻ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനമാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. തൻ്റെ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങളിലൊന്നാണ് ഫിലിപ്പിയ ലേഖനം.
ഈ ഫിലിപ്പിയ സഭ സ്ഥാപിച്ചത് പൗലോസാണ്. തൻ്റെ ഒന്നാം മിഷണറി യാത്ര ഏഷ്യയിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നു. ഒന്നാം മിഷണറി യാത്രയ്ക്ക് ശേഷം തിരിച്ച് സിറിയയിലുള്ള അന്തോക്യയിൽ കടന്നു വന്ന സഭയോട് ചേർന്ന് നിന്നു. 13-14 അധ്യായം. 15 അധ്യായത്തിൽ യെരുശലേം സഭയുടെ കൗൺസിലുണ്ടായി. യെരുശലേം സഭ കൗൺസിൽ നടന്നു. 16-17 അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. 15 അധ്യായത്തിൻ്റെ അവസാനത്ത് പൗലോസ് ആഗ്രഹിച്ചു, ഇനി നമുക്ക് ഏഷ്യയിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാമെന്ന്. ആസിയയിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ വിലക്കി. ബിദൂനിയിൽ പോയി പ്രസംഗിക്കാമെന്ന് വിചാരിച്ചല്ലോ, അവിടെയും വിലക്കുമെന്ന്. രണ്ടിടത്തും പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ വിലക്കിയപ്പോൾ ത്രോവാസിൽ താൻ കാത്തിരിക്കുമ്പോൾ മക്കതോനിയക്കാരനായ ഒരു പുരുഷൻ തൻ്റെ അടുത്ത് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വന്ന വഴി 2 സൈഡിലേക്ക് തിരിയാൻ ആഗ്രഹിച്ചു. ഇനി ഒരു മാർഗമുള്ളത് കടൽ താണ്ടി 200 മൈൽ താണ്ടി മറ്റൊരു ഭൂഖണ്ഡത്തിൽ പോകാൻ താൻ ആഗ്രഹിച്ചു. അത് യൂറോപ്പ് ഭൂഖണ്ഡമായിരുന്നു. താൻ പോകുവാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല. 200 മൈൽ യാത്ര ചെയ്യണം, സമുദ്രം യാത്ര ചെയ്യണം. എന്നാൽ ത്രോവാസിൽ താൻ ഇനി എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൻ്റെ വിലക്ക്, ക്രിസ്തുവിൻ്റെ വിലക്ക്. എന്തിനാ വിലക്കിയെന്നറിയാമോ? ഏറ്റവും അത്യന്താപേക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് പോകാനാണ്. ഇന്ന് പകൽ ഭാരത്തോടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചത് ലഭിച്ചില്ല, ആഗ്രഹിച്ചത് ലഭിച്ചില്ല, ചിലതിന് വിലക്ക് വീണ്, ചിലതിന് ഫുൾ സ്റ്റോപ്പ് വീണ്, ചിലത് നടന്നില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവപോലെ ഉത്തമമായി ഒന്ന് ലഭിക്കാനാണ്. ചിലതും വലുത് ലഭിക്കാനാണ്. നിനക്ക് ചില ദർശനങ്ങൾ തരാനാണ്, നിനക്ക് ചില വെളിപ്പാടുകൾ തരാനാണ്. ദൈവം നിയോഗിക്കേണ്ട സ്ഥാനത്ത് നിന്നെ കൊണ്ടെത്തിക്കാനാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ ചില വിലക്ക് വീണെടുത്ത്, ചില ഫുൾ സ്റ്റോപ്പ് വീണെടുത്ത് ആഗ്രഹിച്ച കാര്യം നടക്കാത്തത് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ തക്കോണം സാധിക്കും, അത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതായിരുന്നു, അത് ദൈവം നിയോഗിച്ചതായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ പറയാൻ തക്കവണ്ണം സാധിക്കും, അന്നത്തെ വിലക്ക് നല്ലതിനായി, അന്ന് എനിക്ക് നിയോഗം ലഭിക്കാൻ നല്ലതിനായി ഇന്നെത്തിയിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർക്ക് സാധിക്കും? ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് പുറകോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ, വന്ന വഴികൾ ഓർക്കുമ്പോൾ, ദൈവം നടത്തിയ വിധങ്ങൾ എത്ര വലുതായിരുന്നു. ദർശനം ലഭിച്ചാൽ പിന്നെ ദർശനം താൻ അവധിക്ക് വെക്കത്തില്ല. യാത്രയായി ഫിലിപ്പിയ, യൂറോപ്പിലെ ആദ്യത്തെ പട്ടണമായ ഫിലിപ്പിയ സഭയിൽ വന്നു. ഫിലിപ്പിയ സഭയിൽ ചെന്നുടനെ താൻ അന്വേഷിച്ചത് ഫിലിപ്പിയ പട്ടണത്തിൽ വന്നുടനെ താൻ അന്വേഷിച്ചത്, പട്ടണത്തെക്കുറിച്ച് ഞാൻ പറയാൻ തക്കോണം ആഗ്രഹിക്കുന്നില്ല, സമയപരിമിതികൾ നമുക്കുണ്ടല്ലോ. മഹാനായ അലക്സാണ്ടറിൻ്റെ പിതാവായ ഫിലിപ്പിൻ്റെ പേരിലാണ് ആ പട്ടണം അറിയപ്പെടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാടും. അവിടെ ചെന്നപ്പോൾ താൻ അന്വേഷിച്ചത് പ്രാർത്ഥനാ സ്ഥലമാണ്. കാരണം അത് റോമൻ കോളനി ആയതുകൊണ്ട് വെറ്റേൺ റോമൻ സോൾജേഴ്സായി താമസിക്കുന്നുണ്ട്. അന്യമതങ്ങൾക്ക് പട്ടണത്തിനകത്ത് അവകാശമില്ലായിരുന്നു. പട്ടണത്തിനകത്ത് യാതൊരു ആരാധനയും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഗോപുരത്തിന് പുറത്തെന്ന് എഴുതിയിരിക്കുന്നത്. ഗോപുരത്തിന് പുറത്തെങ്കിലും എവിടെയെങ്കിലും പ്രാർത്ഥനാ സ്ഥലമുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവർ പുറത്തു പോയത്. അതുകൊണ്ടാണ് ഗോപുരത്തിന് പുറത്തെന്ന് പറഞ്ഞിരിക്കുന്നത്. റോമൻ സിറ്റിസൺ പ്രത്യേക പൗരത്വമുള്ള, പ്രത്യേക സ്വാധീനമുള്ള, പ്രത്യേക അല്ലെങ്കിൽ പ്രിവിലേജസ് ഉള്ള ആൾക്കാരാണ് അവിടെ താമസിച്ചിരുന്നത്. അതുകൊണ്ട് അന്യമതങ്ങൾക്ക് അതിനകത്ത് അനുവാദമില്ലായിരുന്നു. അതുകൊണ്ടാണ് പുറത്തു പോകാൻ പറഞ്ഞ് പട്ടണത്തിന് പുറത്ത് ഇവിടെ നദീതീരത്ത് വ്യക്താംബരം അല്ലെങ്കിൽ തീത്തിര പട്ടണക്കാരിയായ ലുഥിയ അവിടുത്തെ വചനം കേൾക്കാൻ വന്നു. ചില സ്ത്രീകൾ അവിടെ കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പെട്ടെന്ന് ആദ്യത്തെ 3 വിശ്വാസികളെ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. ലുദിയയുടെ ആവശ്യം, അവൾ ചിലപ്പോൾ ഒരു ബിസിനസ്സുകാരി ആയിരുന്നെങ്കിലും, ഒരു വ്യാപാരം ചെയ്യുന്ന വ്യക്തി ആയിരുന്നെങ്കിലും, വചനത്തിനോട് ഒരു താല്പര്യമുണ്ടായിരുന്നെങ്കിലും വചനത്തിനു വേണ്ടി ഹൃദയം തുറന്നിട്ടില്ലായിരുന്നു. ആമേൻ. ബുദ്ധിപരമായ കാര്യങ്ങൾ കേൾക്കാം, ബുദ്ധിപരമായ കാര്യങ്ങൾ അറിയാം. ഇന്ന് പകല് ചില വ്യക്തി ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ബുദ്ധിപരമായി പാസ്റ്റ് എന്താ പറയുന്നത്, പാസ്റ്റ് പറയുന്നതിൽ വല്ല തെറ്റുണ്ടോ, പാസ്റ്റ് പറയുന്ന എവിടെയെങ്കിലും ദൈവശാസ്ത്രപരം ഒരു വാക്കിൽ തെറ്റുണ്ടോ എന്ന് ചില ബുദ്ധി കൊണ്ട് കാണുന്ന ചിലരോട് വിദൂരയിൽ ഇരുന്നു കൊണ്ട് തത്സമയം ബുദ്ധി കൊണ്ട് ചിലപ്പോൾ നിന്റെ ഭവനത്തിനകത്ത് നീ ആത്മീയമായി ആരാധിക്കുമ്പോൾ, നീ ആത്മീയമായി പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾ ചില ബുദ്ധിപരമായി കാണുന്നുണ്ടെങ്കിൽ പൗലോസ് പറയുകയാണ്, ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നോ, കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നോ. ഇന്നത്തെ പ്രാർത്ഥനയിൽ, ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ അടഞ്ഞു കിടക്കുന്ന ചില ഹൃദയത്തെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഇന്ന് പോലെ ഞാൻ വിശ്വസിക്കുന്ന നിന്റെ ഹൃദയത്തെ തുറക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ തലമുറയുടെ ഹൃദയത്തെ തുറക്കുന്നൊരു ദൈവമുണ്ട്. മനസ്സും അടിച്ച് മതി കർത്താവ് എത്ര പ്രാർത്ഥിച്ചിട്ടോ മറുപടിയില്ലെന്ന് ഭാരപ്പെട്ട് വീക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നൊരു കർത്താവുണ്ട്. എത്ര പേർക്ക് പറയാൻ
എന്തൊക്കെ സാധിക്കും. ബുദ്ധിപരമായി ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ കണ്ടു, ബുദ്ധിപരമായി ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ അന്വേഷിച്ചു. എന്നാൽ കർത്താവ് എൻ്റെ ഹൃദയത്തെ തുറന്നതിനാൽ ബുദ്ധിക്കപ്പുറമായി, ചിന്തകൾക്കപ്പുറമായി, ദൈവശാസ്ത്രത്തിനപ്പുറമായി, തത്വചിന്തകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്ക് രൂപാന്തരം ലഭിച്ചു. എന്നെ മാളുമാറ്റി. രണ്ടാമത്തെ അവിടുത്തെ ഒരു വ്യക്തിയായിരുന്നു ഭൂതാത്മാവിനാൽ ബാധിക്കപ്പെട്ട സ്ത്രീ. അവളും ദൈവദാസന്മാരെ തിരിച്ചറിയാറുണ്ട്. അതൊക്കെയാണ് ഭയങ്കര, എനിക്ക് ഏറ്റവും ഇഷ്ടം അതാ. ഭൂതാത്മാവ് ഉണ്ടായിരുന്നെങ്കിലും അവൾ ദൈവദാസന്മാരെ തിരിച്ചറിയാം. നമുക്കില്ലാത്തതും ദൈവദാസന്മാരെ അല്ല, നമ്മുടെ ആൾക്കാരെ തിരിച്ചറിയാൻ സാധിക്കും. അവൾ പറഞ്ഞത് സത്യമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? രക്ഷാ സന്ദേശം. എന്തെങ്കിലും കള്ളം പറഞ്ഞോ? ഒരു കള്ളവും പറഞ്ഞില്ല. അവൾ പറഞ്ഞത് നേരെയാണ്. പക്ഷെ പൗലോസിന് മനസ്സിലായി, അവള് യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കുന്ന വാ കൊണ്ടാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പരിചയത്തിനപ്പുറമായി ഞങ്ങളെ പ്രവൃത്തിയിൽ കൂടി ഞങ്ങളെ തിരിച്ചറിയുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവളെ ശാസിച്ചപ്പോൾ അവളിലുള്ള ദുരാത്മാവ് വിട്ടുപോയി. അവൾ രണ്ട് കൂട്ടർക്ക് അടിമയായിരുന്നു. ഒന്ന്, മാനസികമായ അവിടെ ആവശ്യമുണ്ടായിരുന്നു. മാനസികമായ പിശാച് അവളെ ബാധിച്ചവളെ, അവളെ ബന്ധിതയാക്കിയപ്പോൾ യജമാനന്മാർക്ക് അവൾ അടിമയായിരുന്നു. എന്നാൽ പൗലോസ് അവളെ ശാസിച്ചപ്പോൾ അവളെ യജമാനന്മാരുടെ അടിമത്തിൽ നിന്ന്, മാനസികമായി ബന്ധിക്കപ്പെട്ട അടിമത്തിൽ നിന്ന് അവൾ വിടുവിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ മാനസിക പിരിമുറുക്കത്തിൽ ചിലർ വെടിയിരിപ്പുണ്ട്. മാനസികമായി ചിലർ അടിമത്തത്തിലായിരിക്കുന്ന, പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന, ചില രോഗത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന, ചില പ്രതിസന്ധികളുടെ അടിമത്തിലായിരിക്കുന്ന ചിലർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ മറ്റുള്ളവർക്ക് അടിമയായി തീരുമോ, ദാസന്മാരായി തീരുമോ, ദാസിമാരായി തീരുമെന്ന് ഭാരപ്പെടുന്ന ചിലരോട് പറയുകയാണ്. ഇന്ന് പോൽ ദൈവത്തിൻ്റെ വചനം നിന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ ചില അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ചില ദാസത്വത്തിൽ നിന്ന്, ചില പാരമ്പര്യ അടിമത്തത്തിൽ നിന്ന്, ചങ്ങലയിൽ നിന്ന് ഇതുപോലെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. അവൾ യജമാനന്മാർക്ക് അടിമയായിരുന്നെങ്കിലോ, അവളെ പിശാചിന് അടിമയായിരുന്നല്ലോ, അവളെ സ്വതന്ത്രയാക്കിയ ഒരു ദൈവത്തിൻ്റെ വചനമുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരുടെ ശക്തിയുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ പിരിമുറുക്കത്തിന്റെ ദാസത്വത്തിൽ നിന്ന്, ആടിമത്തിൽ നിന്ന് നിന്നെ വിടിയിപ്പാൻ ദൈവം ശക്തനാണ്. ഇതുപോലെ അവിടെ ഇരിക്കുന്ന, ദൂരത്തിരിക്കുന്നെങ്കിലോ പുറകിലിരിക്കുന്ന ദൈവജനമേ വിളിച്ചു പറയുകയാണ്. ഇന്നുപോലെ നീ ഏതടിമത്തത്തിലായിരിക്കും, ഇവിടെ മുഴങ്ങി കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നിന്നെ വിടിയിപ്പാൻ ശക്തമാ. കാരാഗ്രഹ പ്രമാണിയുടെ പ്രാർത്ഥന ബുദ്ധിക്കപ്പുറമായി, മാനസികമായ പിരിമുറുക്കത്തിനപ്പുറമായി ആഗ്രഹം ഒരാത്മീയമായ ആവശ്യമായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ നിലവിളി? യജമാനന്മാരെ, രക്ഷപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പോലെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. എല്ലാം ഉണ്ട്, ഭൗതിക നന്മകളുണ്ട്, നല്ല ഭവനമുണ്ട്, നല്ല തലമുറകളുണ്ട്, കാര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിലോ ഇന്ന് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ചിലവരുണ്ട്. യജമാനന്മാരെ, രക്ഷപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് പോലെ ഒരു ആത്മീയ ആവശ്യത്തിനായി, ഒരു ആത്മീയ ഉദാഹരണത്തിനായി പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് പോലെ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, കുഞ്ഞതിന്റെ നിലവിളി അയൽക്കത്തുള്ളവർ കണ്ടില്ലല്ലോ, അടുത്തുള്ളവർ കണ്ടില്ലല്ലോ. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അകത്തെ ദീർഘശ്വാസം അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അകത്തെ നെഞ്ചിടിപ്പ് അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ആത്മീയമായി ഉദ്ധരിപ്പാൻ ദൈവം ശക്തനാണ്. കഴിഞ്ഞ കാലം നിന്റെ നിലവിളി കേട്ട്, കൂടാരത്തിനകത്ത് നിന്ന് ഉയർന്ന നിലവിളി കേട്ട്, നിന്റെ കിടക്കയിൽ നിന്ന് ഉയർന്ന നിലവിളി കേട്ട് നിന്നെ രക്ഷിച്ചെങ്കിൽ, തലമുറയെ രക്ഷിച്ചെങ്കിൽ, ഇതുപോലെ നന്ദിയുള്ള ഹൃദയത്തോടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് കരയുന്ന കുഞ്ഞേ, കരയുന്ന ആന്റിയെ, ഇതുപോലെ ഭാരപ്പെടരുത്. നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വിദൂരതയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെടുന്ന പ്രിയ പൈതലെ, നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം ഇറങ്ങി വരാൻ പോകുകയാണ്. ദൈവം നിന്റെ ഹൃദയങ്ങളെ തുറക്കാൻ പോകുകയാണ്. ദൈവം നിന്റെ മാനസിക പിരിമുറുക്കത്തിന് വിടുതൽ തരാൻ പോകുകയാണ്. നീ ഇനി ആർക്കും യജമാനനല്ല, നീ മുതലാളിമാർക്ക് നീ ദാസനാകത്തില്ല, നീ മറ്റാർക്കും അടിമയാകത്തില്ല. ചില അടിമച്ചങ്ങലയിൽ കിടക്കുന്ന ചിലരോട്, ഇന്ന് പോലെ ഓൺലൈൻ ശ്രദ്ധിക്കുന്ന ചിലരോട് പറയുകയാണ്, ഇന്ന് പോലെ നിന്റെ വിടുതലിന്റെ ദിവസമാണ്. ഇതുപോലെ നിന്റെ വിടുതലിന്റെ ദിവസമാണ്. കണ്ണുകൾ അടച്ച് ദൈവത്തിന് അല്പസമയം കരകൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ
ഓ, ഇതുപോലെ ചില വിടുതലുണ്ട്. ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ചില തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. You are no more the servant of others. മറ്റുള്ളവർക്ക് അടിമയാകത്തില്ല. വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞാട്ടെ, ഇന്നെനിക്ക് ഭൗതിക ഞെരുക്കമുണ്ടെങ്കിലോ തകർച്ചയുണ്ടെങ്കിലോ എന്നെ അടിമത്തത്തിൽ എൻ്റെ ദൈവം വിടുകയില്ല. ഇതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ ശക്തമായ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കാരാഗ്രഹ പ്രമാണിയുടെ പ്രാർത്ഥന, ദൈവമേ എന്നെ രക്ഷിക്കണമേ, എനിക്ക് ആത്മീയമായി ഒന്ന് ഉണരണം, ആത്മീയമായി ഒന്ന് വളരണം, എന്നെ ഒന്ന് സഹായിക്കണമേ. ഇങ്ങനെ തുടങ്ങിയ ഒരു സഭയായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. AD 51 പൗലോസ് സഭ തുടങ്ങുന്നത്. അതിനുശേഷം താൻ ചില നാളുകൾ അവിടെയായിരുന്നു. 10 വർഷത്തിന് ശേഷം താൻ ഒരാഗ്രഹമുണ്ടായിരുന്നു, തനിക്ക് യെരുശലേമിൽ പോകണം, ചില കർമ്മങ്ങൾ ചെയ്യണം. അതിനുശേഷം തനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, റോമിൽ പോകണം, അല്ലെങ്കിൽ സ്പെയിനിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് റോമിലുള്ളവരെ കാണണമെന്ന് നല്ല ആഗ്രഹത്തോടെ തുടങ്ങിയാണ്. സഭയിലെ മൂപ്പന്മാർ വിലക്കി പോകരുതെന്ന്, കൂട്ടുകാർ വിലക്കി പോകരുതെന്ന്, പ്രവാചകന്മാർ വിലക്കി പോകരുതെന്ന്, തൻ്റെ അകത്തും ഒരു വിലക്കുണ്ടായിരുന്നു, പോകരുതെന്ന്. എന്നാൽ ഒറ്റ കാര്യം നിർബന്ധം, തൻ്റെ വില, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനാണ്. കൂട്ടുകാർ വിലക്കിയാലും നാട്ടുകാർ വിലക്കിയാലും സഭയിലെ മൂപ്പന്മാർ വിലക്കിയാലും പ്രവാചക ദൂതുകളൊക്കെ എനിക്ക് അനുകൂലമാണ്. ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനാണ്. പോകാൻ തീരുമാനിച്ചിരുന്നു. പകല് ആരാധനയ്ക്ക് വരണ്ട എന്ന് പലരും അച്ചായ മഴയാ പോകണ്ട എന്ന് പറഞ്ഞു, ആൻറ്റി പോകണ്ട എന്ന് പറഞ്ഞ പോലെ അകത്തൊരു കപ്പലുണ്ടായിരുന്നു. എനിക്ക് ആരാധനാലയത്തിൽ പോകണമെന്ന് ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, ഇന്നത്തെ ദൈവജനമേ, ഇന്നത്തെ ആരാധന, ഇന്നത്തെ വിശുദ്ധ സഭായോഗം നിനക്ക് നഷ്ടമല്ല, നിനക്ക് നഷ്ടമല്ല, നിനക്കത് ലാഭമാണ്. ഇന്ന് പകൽ ദൈവം നിന്നെ ബലപ്പെടുത്തിയാണ്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി താൻ യാത്ര തിരിച്ചു. ഗ്ലോറീസ്, ഹല്ലേലൂയ. 22 അധ്യായത്തിൽ താൻ പട്ടണത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു, കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുന്നു. 23 അധ്യായത്തിൽ ന്യായാധിപത്യ സംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ പ്രസംഗിക്കുന്നു. 24 അധ്യായത്തിൽ ഫെലിക്സ് എന്ന ഗവർണറുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. താൻ കൈക്കൂലി ആഗ്രഹിച്ച് 2 വർഷം കൈസരിയിലുള്ള കാരാഗൃഹത്തിൽ തനിക്ക് കിടക്കേണ്ടി വന്നു. മറ്റു ഗവർണർ മാറി വന്നു. 25 അധ്യായത്തിൽ ഫെസ്തോസിന്റെ മുന്നിൽ താൻ നിൽക്കുന്നു. യഹൂദ രാജാവും ഫെസ്തോസും തമ്മിലുള്ള അടുപ്പം കൊണ്ട് അഗ്രിപ്പ രാജാവ് വന്നിട്ട് 26 അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിന്റെ മുന്നിൽ താൻ നിൽക്കുന്നു. 27 അധ്യായത്തിൽ താൻ അഭിമുഖീകരിച്ച കപ്പൽ ഛേദം നഷ്ടങ്ങള്. 28 അധ്യായം താൻ മെലീത്തിയിൽ ചെന്ന്, റോമിൽ ചെന്ന് സ്വന്തം വീട് അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ പാർത്തുകൊണ്ട് സുവിശേഷം, ദൈവത്തിന്റെ രാജ്യം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ 2 വർഷം ആദ്യത്തെ ഭാഗം കാരാഗൃഹത്തിൽ കിടന്നു. പിന്നീട് 2 വർഷം 4 വർഷം കിടമ്പോൾ തൻ്റെ സഭ ഇതറിഞ്ഞു. 2 വർഷമായിട്ട് സഭയ്ക്കൊരു അറിവില്ലായിരുന്നു. ഞങ്ങളുടെ അപ്പോസ്തലൻ ഇവിടെ ഒരു വിവരവുമില്ല. പല പ്രാവശ്യം അപ്പോസ്തലന്റെ കഷ്ടതകൾ അറിഞ്ഞ്, സാമ്പത്തിക ബുദ്ധിമുട്ടറിഞ്ഞ് സഹായിച്ച സഭയാണ്. ഞങ്ങൾക്കൊരവസരം ലഭിക്കാൻ, ഞങ്ങളുടെ അപ്പോസ്തലൻ എവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർക്കൊരു അറിവ് കിട്ടി. കാരാഗൃഹത്തിലുണ്ടെന്ന് പെട്ടെന്നൊരു ധനശേഖരണം എടുത്തുകൊണ്ട് സഭയുടെ ഒരു ദൂതനായ എപ്പിപ്രോദോസിനെ അങ്ങോട്ട് അയക്കുമ്പോൾ ആ ധനം താൻ സ്വീകരിച്ചതിന് ശേഷം നന്ദിയുള്ള ഹൃദയത്തോട് അവർക്ക് കത്തെഴുതിയാണ്, ഒരു സ്നേഹത്തിൻ്റെ കത്തെഴുതിയാണ് ഫിലിപ്പിയ ലേഖനമെന്ന്. ഓരോ അധ്യായത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം, 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സ്, 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ജ്ഞാനം, 4-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ ശക്തിയെ താൻ വെളിപ്പെടുത്താൻ തുടങ്ങി. പല പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഇത് പഠിക്കാമെങ്കിൽ ഒറ്റ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായി ഇത് പഠിക്കാം, പരിശുദ്ധാത്മാവ് കേന്ദ്രീകൃതമായി ഇത് പഠിക്കാം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൽ കേന്ദ്രീകൃതമായി ഇത് പഠിക്കാം, പൗരത്വം നിറഞ്ഞ പൗരത്വ കേന്ദ്രീകൃതമായി പുസ്തകത്തെ പഠിക്കാമെങ്കിൽ ഒറ്റ ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. 1-ാമത്തെ ഭാഗത്ത് തൻ്റെ വന്ദനം, 2-ാമത്തെ ഭാഗത്തും 4-ാം വാക്യം മുതൽ അതിൻ്റെ 11-ാം വാക്യം വരെ തൻ്റെ പ്രാർത്ഥനയാണ്. 12-ാം വാക്യം മുതൽ അതിൻ്റെ 18-ാം വാക്യം വരെ തൻ്റെ സാഹചര്യം താൻ വർണ്ണിക്കുകയാണ്. സഭയ്ക്ക് 3 ചോദ്യങ്ങളുണ്ടായിരുന്നു. പൗലോസ് സ്വതന്ത്രനായാൽ വീണ്ടും മടങ്ങി വരുമോ? പൗലോസ് സ്വതന്ത്രനാവാൻ. 2-ാമത്തെ ചോദ്യം, പൗലോസ് വീണ്ടും വന്ന് ഞങ്ങളെ കാണുമോ? 3-ാമത്തെ ചോദ്യം, പൗലോസ് ഈ കഷ്ടതയിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ് താൻ സ്വതന്ത്രനാവോ? പൗലോസ് അവരെ അധൈര്യപ്പെടുത്തില്ല. ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു, വളരെ ആർദ്രതയോടെ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ വന്ന് കാണും, എന്നെ ദൈവം ഇവിടുന്ന് വിടുവിക്കും. എങ്ങനെ വിടുവിക്കുന്നതറിയോ? നിങ്ങളുടെ പ്രാർത്ഥനയാലോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലോ എനിക്ക് ദോഷകാരമായി വരുന്നത് രക്ഷാകാരണമായി തീരോ. ഒറ്റ വാക്ക് ദൂത് പറഞ്ഞു പോകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദോഷമെന്ന്, തിന്മയെന്ന് ചിന്തിച്ച് ചില വിഷയങ്ങളുടെ മുഖത്ത് ഇന്നിവിടെ ഇരിക്കുമ്പോൾ റൂമിൽ കയറി പ്രാർത്ഥിച്ച്, കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച് അനേക പ്രിയപ്പെട്ടവുണ്ടായിരുന്നു. അത് നിനക്ക് രക്ഷാകാരണമായി തീർന്നു. തിന്മയ്ക്കെന്ന് തോന്നിയത് നന്മയ്ക്കാക്കി തീർത്തെങ്കിൽ ഇന്ന് പകല് ദൈവങ്ങളൊരു കൂട്ടായ്മയാണ്.
അതിൻ്റെ തൻ്റെ പ്രാർത്ഥനയിലെ അനേക കാര്യങ്ങൾ എന്താണ്? സുവിശേഷീകരണത്തിൻ്റെ കൂട്ടായ്മ. വാക്യം വായിക്കാൻ സമയമില്ല. 1:5 സുവിശേഷത്തിൻ്റെ കൂട്ടായ്മ എന്താണ്? ഒന്ന്, ഹൃദയം തുറന്ന് ദൈവം കൊടുത്തപ്പോൾ ലുദിയ പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസ്തതയുണ്ട്, നിങ്ങൾ എൻ്റെ ഭവനത്തിൽ വന്ന് പാർക്കാൻ പറഞ്ഞു. സുവിശേഷത്തിൻ്റെ കൂട്ടായ്മയാണ്. നിങ്ങൾ എന്നെ വിശ്വസ്തയുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ വന്ന് പാർക്കുക. അത്രമാത്രമല്ല, നിരവധി തവണ, ഒന്നിലധികം തവണ അവർ ഭൗതിക ശേഖരം എടുത്ത് ഈ പൗലോസിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ കൂട്ടായ്മയിൽ ഘോഷണത്തിൽ സഹായിച്ചു. പൗലോസിൻ്റെ പ്രാർത്ഥന നോക്കിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്നറിയാം. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു, നിങ്ങളെ ഓർത്ത് ഞാൻ ആർദ്രതയോട് വന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന്, നിങ്ങളിൽ തുടങ്ങിയ നല്ല പ്രവൃത്തി തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ദൈവം നിങ്ങൾ ആത്മീയ ഫലമുള്ളവരായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇപ്രകാരം കാര്യങ്ങളുണ്ടോ? ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം സ്തുതി ഉയരാൻ സാധിക്കുമോ? ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആർദ്രതയോടും സ്നേഹത്തോടും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ആത്മീയ വർദ്ധന വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവനാമ മഹത്വത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവനെ ദൈവ മഹത്വത്തിനായി തീർക്കുമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്നത്തെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇപ്രകാരം കാര്യങ്ങൾ മുഴങ്ങി നിൽക്കണം. അല്ലെങ്കിൽ എവിടെയോ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു. പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 4 കാര്യങ്ങളാണ് പ്രാർത്ഥന. ഒന്ന്, കാരാഗ്രഹ പ്രാർത്ഥനകൾ 4 പ്രാർത്ഥനയുണ്ട്. അതിലെ ഒന്നാമത്തെ കാരാഗ്രഹ പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന, 1, നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരികയും. 2, നിങ്ങൾ വിവേകവും പരിജ്ഞാനവും വിവേകമുള്ളവരായി തീരുവിൻ. 3, ക്രിസ്തുവിൻ്റെ ഫലത്താൽ നിങ്ങൾ, നീതി ഫലത്താൽ നിങ്ങൾ നിറയുന്നവരായി തീരണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തീരണമെന്നാണ്. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 9, 10, 11 വാക്യങ്ങൾ തൻ്റെ 4 പ്രാർത്ഥനയുണ്ട്. രണ്ടാമത്തെ ഭാഗം 1 സുവിശേഷത്തിൻ്റെ കൂട്ടായ്മ, സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണം. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. 3 താൻ പറയുന്നത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിയാണ്. 11 വാക്യം പെട്ടെന്ന് വായിച്ചപ്പോൾ 12 വാക്യം. പ്ലീസ് റീഡ് വേഴ്സ് 12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ. എനിക്ക് ഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ പൗലോസിന് സംഭവിച്ചപ്പോൾ സഭ പറയാൻ തുടങ്ങിയ, എതിരാളികൾ പറയാൻ തുടങ്ങിയ എതിരാളികൾ പലരുണ്ടായിരുന്നു. ഒന്നാമത്തെ എതിരാളികളിൽ ഏക ചിന്തയെ വിഘടിപ്പിക്കുന്ന എതിരാളികളായിരുന്നു. 2 സഹോദരിമാരുടെ നേരത്തെ ചെറിയൊരു പ്രശ്നമേ ഉള്ളായിരുന്നു. ചെറിയൊരു പ്രശ്നമുള്ളത്. പക്ഷേ ഈ ചെറിയ പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്നറിയാം? ഒന്ന് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇട്ട് കൊടുത്താൽ മതി. ചേരയാണോ പാമ്പോ തിരിച്ചാൽ ഒരു മണ്ണിട്ട് കൊടുത്താൽ മതി. ഒരുപടി മണ്ണിട്ട് കൊടുത്താൽ തിരിച്ചറിയും. ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നെങ്കിലും കാഴ്ചപ്പാടൊക്കെ ഒന്നാണെന്ന് പറഞ്ഞാലും കാഴ്ചപ്പാട് മാറുന്ന എപ്പോഴാണെന്ന് നമ്മെ തൊടുന്ന പ്രശ്നം വരും. നമ്മളാരും അങ്ങനെയല്ല. നമ്മുടെ വിശ്വാസികളൊക്കെ നല്ല ഒന്നാമത് പ്രേസൻറ്റിലെ വിശ്വാസങ്ങളിൽ ആത്മീയരാണ്. ഒരേ കാഴ്ചപ്പാട്, ഒരേ ഐക്യം, ഏക മനസ്സിൽ മുന്നേറുന്നത്. അങ്ങനെ ആയിരിക്കണം. പൗലോസ് അവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. സമയമില്ലല്ലോ, നമുക്ക് പരിമിതികളുണ്ടായിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. പൗലോസ് പറയുകയാണെങ്കിൽ, എനിക്ക് വന്ന് സംഭവിച്ചത് നാച്ചുറലായി ചിലതൊക്കെ വന്ന് സംഭവിക്കാം. മഴ, രോഗം, കാലവർഷം, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഇതെല്ലാം നാച്ചുറൽ. അതൊന്നും പോരാട്ടമൊന്നും പറയാനൊന്നുമില്ല. പോരാട്ടം എന്താണെന്ന് ഞാൻ പോരാട്ടോട്ട് പറയാം. അത് സ്വാഭാവികമാണ്. അത് വന്ന് സംഭവിക്കാം. രണ്ടാമത് ദൈവഹിതമായി ചിലത് വന്ന് സംഭവിക്കാം. നീ ആഗ്രഹിച്ചില്ല, അത് പക്ഷെ സംഭവിക്കാം. എന്നാൽ ഒറ്റ വാക്കിൽ പറയാം, ദൈവഹിതമായി വന്നാലും സ്വാഭാവികമായി വന്നാലും അതിൻ്റെ നടുവിൽ എന്നോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. എത്ര പേർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ സ്വാഭാവികമായി വന്നതോ ദൈവഹിതമായി വന്നതിൻ്റെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞാൻ തനിച്ചല്ലായിരുന്നു. അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന, എന്നോടൊപ്പം ഇരുന്ന് എന്നെ സഹായിച്ചൊരു ദൈവമുണ്ട്. അത് മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ തുടങ്ങി. എനിക്ക് വന്നു ഭവിച്ചത്, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി എനിക്ക് വന്നു ഭവിച്ചത്, ഒരു പടി കൂടി ഞാൻ ആത്മീയമോ ഉയരാൻ സാധിച്ചു. എനിക്ക് വന്നു ഭവിച്ചത്, ഒരു നഷ്ടം വന്നത്, ഒരു കഷ്ടം വന്നത്, ഒരു രോഗം വന്നത്, ഒരു പ്രതിസന്ധി വന്നതിൽ ഞാൻ തകർന്നു പോയില്ല. തകരുമെന്ന് തോന്നിയെങ്കിലും, ശത്രു പലതും പറഞ്ഞെങ്കിലും, പലരും അഭിപ്രായം പറഞ്ഞെങ്കിലും, വീട്ടുകാരും നാട്ടുകാരും അഭിപ്രായം പറഞ്ഞെങ്കിലും, അതിൻ്റെ നടുവിൽ എന്നെ കൈവിടാത്തൊരു ദൈവം, ആമേൻ, നമ്മെ കൈവിടാത്തതൊരു ദൈവം ഇറങ്ങി വന്ന കൂടെ ഇരുന്ന് ആലോചന പറഞ്ഞു തന്ന, വഴികൾ പറഞ്ഞു തന്ന, അത്ഭുതങ്ങൾ ചെയ്ത, അടയാളങ്ങൾ ചെയ്ത, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് ശക്തമായി ദൈവത്തിന് സ്തോത്രം ചെയ്ത ഈ ഓ ഹല്ലേലൂയ.
എന്താണ് അപവൃത്തി? യോബിനോട് ചോദിച്ചാൽ 22-ന്റെ 23 ഒറ്റ വാക്യം പെട്ടെന്ന് വായിച്ചപ്പോൾ ജോബിന്റെ പുസ്തകം 22-ന്റെ 23 ഇവിടുത്തെ അഭിവൃദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ നിന്ന് ബാക്കിയുള്ളവരെ നയിക്കുകയാണ്. അതേ അർത്ഥമാണ് 1 തിമോഥെയോസ് 4-ന്റെ 13 പറയുന്നത്, മുന്നേ നിന്ന് മറ്റുള്ളവരെ നയിക്കുകയാണ്. ആർമികളൊക്കെ പോകുന്നതിന് മുമ്പ് മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റി കൊടുക്കുന്ന പോലാണ് ഇവിടുത്തെ അഭിവൃദ്ധി. എന്നാൽ മറ്റൊരു പെർസ്പെക്റ്റീവിൽ പറയട്ടെ, യോബ് 22-ന്റെ 21 പെട്ടെന്ന് വായിച്ചു. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ മതി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2ാം ഭാഗമാണ്, ഞാനത് തൊടുന്നില്ല. സർവശക്തികളിലേക്ക് തിരിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അഭിവൃദ്ധി പ്രാപിക്കും. നിന്റെ കൂടാരങ്ങളിൽ നീതികേട് കാണത്തില്ല. യോബിന്റെ 3ാമത്തെ സ്നേഹിതൻ പറഞ്ഞു, നിന്റെ തെറ്റെന്താന്ന് ഞങ്ങൾക്ക് പറയാൻ ഒക്കത്തില്ല, എവിടെയോ തെറ്റുണ്ട്, തെറ്റ് ചൂണ്ടി കാണിച്ചില്ല. ബിക്കോസ് ഓഫ് യുവർ സിൻ ദീസ് തിങ്സ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ യു ആർ ഗോയിങ് ത്രൂ ദ ട്രബിൾസ് എന്ന് പറയാൻ തുടങ്ങി. നീ ചെയ്ത തെറ്റുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിച്ചെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഭക്തൻ അതിനിടയ്ക്ക് പറഞ്ഞു, സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുക. നിന്റെ കൂടാരത്തിനകത്ത് തിന്മ കാണുകയില്ല. ഇന്ന് പോലെ കൂടാരത്തിനകത്ത് ശൂന്യതയോട് വന്ന, കൂടാരത്തിനകത്ത് ഓട്ടസഞ്ചിയുമായി വന്ന, കൂടാരത്തിനകത്ത് കഷ്ടതയിൽ നിറഞ്ഞു നിൽക്കുന്ന ചിലരോട് പറയുകയാണ്, വിദൂരതയിൽ ഇരുന്നു കൊണ്ട് ചിലർ കരയുന്നുണ്ട്, എൻ്റെ കൂടാരത്തിനകത്ത് നീ രോഗം മാറുന്നില്ല, എൻ്റെ കൂടാരത്തിനകത്ത് നീ കഷ്ടത എന്ന് മാറും, എൻ്റെ കൂടാരത്തിനകത്ത് തിന്മ എന്ന് മാറുമെന്ന് ഭാരപ്പെടുന്ന ദൈവവേലേ ഇന്ന് പറയട്ടെ, നിന്റെ നന്മ നഷ്ടപ്പെട്ടാലോ നിനക്ക് നീതിയോടുള്ളത് മാത്രമേ നിന്റെ കരങ്ങളിൽ വരാതോ, അനീതിയുള്ളതിൻ്റെ കൂടാരത്തിൽ വരരുത്, മറ്റൊൻ്റെ ഹൃദയം വേദനിപ്പിക്കുന്നതിൻ്റെ കൂടാരത്തിൽ വരരുത്, അന്യൻ്റെ മുതലൊന്നിൻ്റെ കൂടാരത്തിൽ വരരുത്, ഒരുത്തൻ്റെ കണ്ണുനീരിൻ്റെ മുതലൊന്നിൻ്റെ കൂടാരത്തിൽ വരുത്തല്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൻ്റെ മുതലൊന്നിൻ്റെ കൂടാരത്തിൽ വരാതിരുന്നാൽ ഞാൻ ഉറപ്പായി പറയുന്നു, നിന്റെ കൂടാരത്തിനകത്ത് നീ സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നിന്റെ കൂടാരത്തിനകത്ത് ശൂന്യതയല്ല, നിന്റെ കൂടാരത്തിനകത്ത് അഭിവൃദ്ധി പ്രാപിക്കുക തന്നെ ചെയ്യുക. ഇതുപോലെ ചിലരെ വീരൽ ചൂണ്ടി പറയട്ടെ, ദൈവാത്മാവിന്റെ പ്രേരണയിൽ പറയട്ടെ, നിന്റെ കൂടാരത്തിനകത്ത് ശൂന്യത മാറാൻ സമയമായി. ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന ചിലരോട് പറയുകയാണ്, നിന്റെ കൂടാരത്തിനകത്ത് ശൂന്യത മാറാൻ സമയമായി, അച്ഛായ സമയമായി, ആന്റി സമയമായി. നീ അഭിവൃദ്ധി പ്രാപിക്കോ, എന്റെ തലമുറ അഭിവൃദ്ധി പ്രാപിക്കോ, എന്റെ പ്രിയപ്പെട്ടവൻ അഭിവൃദ്ധി പ്രാപിക്കോ, എന്റെ പ്രിയപ്പെട്ടവൾ അഭിവൃദ്ധി പ്രാപിക്കോ, എന്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കോ, എന്റെ സഭ അഭിവൃദ്ധി പ്രാപിക്കോ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്താട്ടെ. ഞങ്ങൾ ശൂന്യതയല്ല, എന്റെ കൂടാരത്തിനകത്ത് തിന്മ കാണത്തില്ല, മറ്റൊരുടെ മുതൽ എന്റെ കരങ്ങളിൽ വരത്തില്ല, എന്റെ ദൈവത്തിലേക്ക് തിരിയോ. ഓ, ഇതുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എൻ്റെ കൂടാരത്തിനകത്ത് ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെയും ഘോഷമുണ്ടാകുക. എൻ്റെ തലമുറയുടെ കൂടാരത്തിനകത്ത്, വിദൂരതയുടെ തലമുറയുടെ കൂടാരത്തിനകത്ത് അഭിവൃദ്ധി പ്രാപിക്കാൻ പോവുകയാണ്. ഈ ജൂൺ മാസം 1-ാം തീയതി പറയുമ്പോൾ അഭിവൃദ്ധി പ്രാപിക്കാൻ പോവാണ്. അമ്മ എഴുതിയിട്ടോ, ഇന്നത്തെ ആരാധന നിനക്ക് വരാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഈ ദൂത് പറയാനാണ്. നിന്റെ തലമുറ അഭിവൃദ്ധി പ്രാപിക്കോ, അച്ചായ തലമുറ അഭിവൃദ്ധി പ്രാപിക്കോ. താഴോട്ടല്ല, മേലോട്ട് തന്നെ പോകും. ശക്തമായ വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ട്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ട്, പറഞ്ഞാട്ട്, വിശ്വാസ പ്രഖ്യാപനം നടത്താട്ട്. അഭിവൃദ്ധി പ്രാപിക്കോ, അഭിവൃദ്ധി പ്രാപിക്കോ. സുവിശേഷ ഘോഷണത്തിന് അഭിവൃദ്ധി പ്രാപിക്കോ. കഷ്ടത ഉണ്ടെങ്കിലോ, നഷ്ടങ്ങൾ ഉണ്ടെങ്കിലോ, പീഡ ഉണ്ടെങ്കിലോ അഭിവൃദ്ധി പ്രാപിക്കോ. പൗലോസ് ഇത്രയും പറഞ്ഞിട്ട് പറയുക, തന്നെ ഒത്തിരി 4 കാര്യങ്ങൾ. ഒന്ന്, പടജനമൊക്കെയും 10,000-ഓളം വരുന്ന സ്പെഷ്യൽ സോൾജേഴ്സാണ് തനിക്ക് കാവലായി മാറി മാറി നിന്നത്. അത് പ്രത്യേക ഗ്രൂപ്പായിരുന്നു റോമൻ സിറ്റിയിലുള്ളത്. ഗവർണറോട് സീസറോടൊക്കെ ചേർന്ന് നിൽക്കുന്നത്. അവർ മാറി മാറി വന്ന് ദർശിച്ചപ്പോൾ താൻ പറയാൻ തുടങ്ങി, അകമ്പടി പട്ടാളമൊക്കെയും. സ്തോത്രം. സുവിശേഷം കേൾക്കാൻ. 2, സഹോദരന്മാരെല്ലാവരും ധൈര്യം പൂണ്ട് സുവിശേഷം പറയും. പുറകിലിരുന്ന ചിലരെ മുന്നേ കൊണ്ടുവന്ന് ഇതുപോലെ പുറകിലിരിക്കുന്ന ചിലരോട് പറയാൻ ഗുണം ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറ ഒരിക്കലും മുന്നേ വരുത്തില്ലെന്ന് വിധി എഴുതി കളഞ്ഞാലും വിശ്വസിച്ചാട്ട്. ചിന്തകല കഷ്ടതകൾ കണ്ട് നീ കഷ്ടതയിൽ പിടിച്ചു നിൽക്കുന്നത്, നീ ഞെരുക്കത്തിൽ പിടിച്ചു നിൽക്കുന്നത്, നീ ഞെരുക്കത്തിൽ സർവ സാഹചര്യത്തെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ അമ്മയെടുത്ത വിശ്വാസം, എൻ്റെ പിതാവ് എടുത്ത വിശ്വാസം, എൻ്റെ പ്രിയപ്പെട്ടവരെടുത്ത വിശ്വാസം ഞാൻ തുടരുമെന്ന് ചിലര് പുറകിൽ നിൽക്കുന്നവരാ മുന്നേ വരോ. 4-ാമത്തെ ഗ്രൂപ്പായിരുന്നു നാട്യമായിട്ടെങ്കിൽ പ്രസംഗിക്കുന്നത്, അഭിനയിക്കുന്നവരായിരുന്നു.
പൗലോസിന്റെ ഖേദത്തിന്മേൽ ചങ്ങലയിന്മേൽ ഖേദം വരുത്താൻ അഭിനയിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒത്തിരി ഉണ്ട് അഭിനയിക്കുന്നവര്. കൂടുതലും അഭിനയിക്കുന്നവരെ ഒരിക്കലും എന്നോട് വന്ന് പറയാ, ഞാൻ 5000 രൂപയുടെ ഷർട്ടാണ് എനിക്ക് ഇടാൻ തന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേലിൽ പറഞ്ഞു പോകരുത്. നിനക്ക് 5000 രൂപയുടെ ഷർട്ട് ഒരാൾ തന്നെന്ന് പറഞ്ഞു. പാവപ്പെട്ട വിഷയങ്ങൾക്ക് 5 രൂപ കാണത്തില്ല. അതുകൊണ്ട് എത്ര കിട്ടിയാലും ഇട്ടോണം. അത് സ്റ്റേജിൽ പറയാനുള്ളതല്ല, അത് സുവിശേഷ ഘോഷണമല്ല, അത് ആഗ്രഹങ്ങളാണ്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ലക്ഷ്യം മറ്റൊന്നാണ്. ഇന്നുപോലെ പറഞ്ഞോട്ട് എനിക്ക് അഭിവൃദ്ധി തരുന്നൊരു ദൈവമുണ്ട്, അഭിവൃദ്ധി തരുന്നൊരു ദൈവമുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് പൗലോസിന് 2 കാര്യം ചൂസ് ചെയ്യാമായിരുന്നു. ജീവിച്ചിരിക്കുന്നത് തനിക്കിഷ്ടം അല്ലെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ അതിലും ഉത്തമം കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതായിരുന്നു. രണ്ടും ശരിയും തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തെറ്റും ശരിയും തിരഞ്ഞെടുക്കാൻ ഈസിയാണ്, പക്ഷേ ഇത് രണ്ടും നല്ലതാ. ഏതാ തിരഞ്ഞെടുക്കുന്നത്? എന്നാൽ പൗലോസ് ആഗ്രഹിച്ചു, ഉത്തമം കർത്താവിനോട് ചേരുന്നതാണ്, പക്ഷേ ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ വന്ന് കാണും. 4-ാമത്തെ പോയിന്റ് പറഞ്ഞു നിർത്തിയാണ്, സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി 3 കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ പ്രധാന ഭാഗം അതായിരുന്നു, ഞാൻ പ്രസംഗിക്കാൻ സമയമെടുക്കുന്നില്ല. നമ്പർ 1, അചഞ്ചലമായൊരു വിശ്വാസം. അചഞ്ചലം, അതാണ് പൗലോസ് പറയാണ്, നിങ്ങളെ ഇപ്പോൾ പിന്തിരിപ്പിക്കുന്നവരുണ്ട്, ആകാത്ത വേലക്കാരുണ്ട്, പരിശോധനക്കാരുണ്ട്, മത തീവ്രവാദികൾ അല്ലെങ്കിൽ യഹൂദ മത തീവ്രവാദികൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്. അവരാണ് നിങ്ങളുടെ എതിരാളികൾ. അവർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. ഏകാത്മാവിലും ഏക മനസ്സോട് നിൽക്കാൻ ആഹ്വാനം ചെയ്യും. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചപ്പോൾ 27-ാം വാക്യത്തിൽ നിങ്ങൾ ഏക മനസ്സോടും ഏകാത്മാവിലും നിൽക്കണമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകും. രണ്ടാമത്, ഫുൾ കോർപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം. ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു പോരാട്ടമാണ്. ഏതാ പോരാട്ടം? ജോലി നഷ്ടപ്പെടുന്നതൊന്നും അല്ല, ചില നഷ്ടങ്ങൾ വരുന്നതൊന്നുമല്ല പോരാട്ടം. വിശ്വാസത്തിനായി പോരാടുന്നൊരു കൂട്ടമാണ്. ആമേൻ. നമ്മുടെ സഭയുടെ വളർച്ചയുടെ കാരണം എന്തെന്നറിയാം? ഞങ്ങൾ ഇത്രയും ദൈവദാസന്മാരും ഇത്രയും ദൈവമക്കളും ഐക്യമെത്തിപ്പെട്ട് ഒരു മനസ്സോട് ദൈവദാസന്മാരോട് ചേർന്ന് മുന്നേറുമ്പോൾ പിശാചിന് ഇടം കൊടുക്കുന്നില്ല. നിന്നെ വിഘടിപ്പിച്ച് ജയിക്കുന്ന പിശാചാണെന്ന് ഓർത്തോളാം. ഇന്ന് പോൽ പറഞ്ഞിട്ട് ഞങ്ങൾ സഭ ഐക്യമെത്തപ്പെട്ട ഒരു മനസ്സോട് ദൈവദാസന്മാരുമായി ചേർന്നെന്ന് പറയുമ്പോൾ സഭ വളരെ അല്ലാത്തതൊക്കെ പിശാചിൻ്റെതാണ്, എതിരാളികളുടേതാണ്. മൂന്നാമത്, പൂർണ്ണ വിശ്വാസം. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ എങ്കിൽ കണ്ടത്, ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കണ്ടത്, ഇപ്പോൾ കാണുന്നത്, ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് കേൾക്കുന്നത്, ഇനി നിങ്ങൾക്കുമുള്ളത് എന്താണെന്നറിയുമോ? സുവിശേഷത്തിൻ്റെ പാക്കേജിനകത്തൊരു കഷ്ടതയുണ്ട്. അതാണ്, അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, അയ്യോ അയൽവക്കക്കാരൻ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കിയത് കൊണ്ടാണെന്നൊക്കെ നമ്മളങ്ങ് പറയും. പക്ഷെ അതല്ല, സുവിശേഷത്തിൻ്റെ അകത്തെ പാക്കേജാണിത്. കഷ്ടം അനുഭവിക്കുന്നത് എത്ര പേർക്ക് അനുഭവമുണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നപ്പോൾ സുവിശേഷത്തിനകത്തുള്ള കഷ്ടതയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ തക്കോണം ദൈവം സഹായിച്ചോ എന്ന് പറഞ്ഞാട്ട്, എൻ്റെ ദൈവമേ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് ദൈവം അനുഗ്രഹിക്കുന്നത് പിന്നീട് എന്തെങ്കിലും ഒന്ന്, അചഞ്ചലമായ ഒരു വിശ്വാസം, ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുകയാണ് സുവിശേഷത്തിൻ്റെ വിശ്വാസം. അതാണ്. പതറിപ്പോകരുത്, ചഞ്ചലപ്പെട്ടു പോകരുത്. സഭയോട് പറയുകയാണ്, ഞാൻ വന്ന് കണ്ടാലും നിങ്ങളെക്കുറിച്ച് കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഇതേ ഒന്ന്, നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതാണ് പൗലോസിൻ്റെ ഇഷ്ടം. 2, അവർ ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മ പോരാട്ടമാണിത്. ഒരിക്കൽ ഒറ്റ വാക്കോട് പറഞ്ഞു, ഒരിക്കൽ ഒരു ഭക്തൻ ഈ പ്രകാരം പറഞ്ഞു, നാം ഓരോ ദിവസവും സുവിശേഷം എഴുതുകയാണ്, ഓരോ ദിവസവും സുവിശേഷത്തിൻ്റെ ഒരു ചാപ്റ്റർ ഇടുന്നവരാണ് നാം. അതെങ്ങനെ പാസ്റ്റർ? ഓരോ ദിവസത്തെ നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ ചാപ്റ്ററാണ്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ ആൾക്കാർ നിങ്ങളെ വായിക്കും, നാം ദൈവവചനം വായിക്കുമ്പോൾ ആൾക്കാർ നമ്മെ വായിക്കും. നമ്മുടെ സുവിശേഷം ഓരോ ദിവസത്തെ വിശ്വസ്തയോടും സത്യസന്ധതയോടുള്ള ജീവിതമാണ്. അത് വായിക്കും ജനം. അതിനനുസരിച്ച് ജീവിക്കാനാണ് പൗലോസ് പറയുന്നത്. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പാനാണ് പൗലോസ് പറയുന്നത്. ഒരു വാക്കുകൂടി പറഞ്ഞ് നിർത്തട്ടെ. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ, നമ്മുടെ അടുത്തൊരു വിശ്വാസി പുറകോട്ട് പോകുന്നെന്ന് തോന്നുന്നു, ഒരു നല്ല വാക്യം കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞു. 2 കൊരിന്ത്യർ 3:2 അദ്ദേഹം പറഞ്ഞു, അത് പോയി വായിക്കാൻ പറഞ്ഞു. എന്താന്ന് ചോദിച്ചോ പറഞ്ഞു, മറ്റു പുസ്തകങ്ങളൊന്നുമില്ല,
നിന്റെ ജീവിതമാണ് അവൻ വായിക്കുന്നത്. അവന് വായിക്കാൻ മറ്റൊരു പുസ്തകവുമില്ല. നിന്റെ ജീവിതമാണ്, അവനത് വായിക്കട്ടെ പറഞ്ഞ് സുവിശേഷത്തിന് യോഗ്യമാണ് നടക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സുവിശേഷത്തിൻ്റെ കൂട്ടായ്മ, സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണം, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി, സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൽ പോരാടുവാൻ ഏകാത്മാവിൽ നിന്നുകൊണ്ട്, ചഞ്ചലപ്പെടാതെ ഏക മനസ്സോട് നിന്നുകൊണ്ട് പോരാടുവാനും ഉറച്ചു നിൽപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് തുടർന്ന് കർത്താവിൻ്റെ ദാസന് വചനം പ്രസംഗിക്കും.